മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ജന്മദിനമാണ്. ജനനമുള്ളിടത്ത് മരണം തീർച്ചയായും ഉണ്ട്. എല്ലാത്തിൻ്റെയും ആരംഭം എപ്പോഴും അവസാനത്തിനൊപ്പമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ മറുവശത്ത് സൂര്യൻ അസ്തമിക്കുമെന്ന ബോധ്യം നമുക്കുണ്ട്. വസന്തകാലത്തൊരു പുതിയ ഇല മുളയ്ക്കുന്നു. ശരത്കാലത്ത് അവ പഴുത്ത് താഴേക്ക് വീഴുന്നു. ജന്മദിനത്തിൽ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത് എന്ത് എന്നൊരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. എൻ്റെ വീഡിയോകളിൽ ഞാൻ അധികം എന്നെക്കുറിച്ച് പറയാറില്ല. പക്ഷേ ഇന്ന് ഉള്ളുലയ്ക്കുന്ന ഒരു മരണം അതെന്നെ വേദനിപ്പിക്കുന്നു. കാഞ്ഞിരപ്പള്ളി കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് വർഷങ്ങളായി. പിന്നീട് പബ്ലിക്കേഷൻസ്, കരിയർ ട്രെയിനിങ് പ്രോഗ്രാം, അങ്ങനെ പലവിധ ബിസിനസ്സുകൾ തുടങ്ങി. ഒടുവിലാണ് മലയാളി വാർത്തയും പിന്നീട് മാധ്യമപ്രവർത്തനവുമൊക്കെ ഞാൻ മുഖ്യധാരയായി സ്വീകരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് മറ്റു ചില ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. അന്ന് എന്നോടൊപ്പം ചേർന്ന ഒരു സുഹൃത്ത്, വളരെ വർഷങ്ങളായി ഞാനും അദ്ദേഹവും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ആ സൗഹൃദത്തിൽ നിന്നാണ് പിന്നീട് ബിസിനസ് ബന്ധങ്ങളിലേക്ക് വളർന്നത്. ആ സുഹൃത്ത് ധനഞ്ജയൻ ഉണ്ണിത്താൻ എന്ന കോടിയൽ ഹോംസിൻ്റെ ഉടമ ഇന്നലെ വൈകിട്ട് അന്തരിച്ചു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ദീർഘകാലമായി ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ക്യാൻസർ പോരാട്ടങ്ങളിൽ ഞാനും പലപ്പോഴും പങ്കാളിയായി. എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതവും മരണവും മറ്റുള്ളവർക്ക് തീർച്ചയായും ബിസിനസ്സിൽ, കരിയറിൽ ഒരു പ്രചോദനമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. 2023 അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത്. ആദ്യം ആസ്റ്ററിലും പിന്നീട് അമൃതയിലുമൊക്കെ ചികിത്സിച്ചു. അമൃത ആശുപത്രിയിലെ ഡോക്ടർ ഒടുവിൽ രക്ഷയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയിലൊന്ന് പോയി ചികിത്സിച്ച് കളയാം എന്ന് അദ്ദേഹം എന്നോട് പറയുന്നത്. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്കുള്ള യാത്ര. 3 തവണയാണ് ഹൂസ്റ്റണിലെത്തിയത്. അവിടെ ലോകപ്രശസ്തമായ MD ആൻഡേഴ്സൺ എന്ന ആശുപത്രി വലിയൊരു പ്രസ്ഥാനമാണ്. അമേരിക്കയിലെ ചികിത്സയിലൂടെ ഏകദേശം 1 വർഷത്തോളം വളരെ സുഖകരമായ ഒരു ജീവിതം അദ്ദേഹത്തിന് തിരികെ കിട്ടി. ഞങ്ങളുടെ അമേരിക്കൻ യാത്രകൾ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഊഷ്മള ദിനങ്ങളായിരുന്നു. ഹൂസ്റ്റണിലെത്തിയപ്പോൾ അവിടെ മലയാളികൾ തന്ന സ്നേഹത്തിന് യാതൊരുവിധ കണക്കുമില്ല. ഹൂസ്റ്റൺ എയർപോർട്ടിൽ ചെന്നിറങ്ങി ഞങ്ങളെ സ്വീകരിച്ച ജെയിംസ് തെക്കനാട്, ടോണി, കവിത, ബ്ലെസ്സൺ തുടങ്ങിയ എത്രയെത്ര മുഖങ്ങൾ. അവരൊക്കെ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പലപ്പോഴും എന്നെ വിളിച്ച് ഉണ്ണിത്താൻ ചേട്ടൻ്റെ അസുഖം ചോദിക്കും. ഹൂസ്റ്റണിൽ അദ്ദേഹം ചികിത്സയിലായിരുന്ന പല വേളകളിലും ഞാൻ വാർത്താവായനയൊക്കെ വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കൊപ്പം നിന്നിരുന്നു. ഒരു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ മാത്രമല്ല, വല്ലാത്തൊരു സൗഹൃദവും ഇഴയെടുപ്പവും എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും പ്രചോദകമാണ് മറ്റുള്ളവർക്ക്. ചെറിയൊരു കോൺട്രാക്ടർ ജോലിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തുടക്കമിട്ടത്. മാവേലിക്കര കേന്ദ്രീകരിച്ച് BSNL കോൺട്രാക്ട് വർക്കുകൾ. അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുവായിരുന്നു രാംപാൽ ഗ്രൂപ്പിൻ്റെ ഉടമ. ചെന്നൈയിലെ അതിപ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു രാംപാൽ. ധനഞ്ജയൻ ഉണ്ണിത്താനും അദ്ദേഹത്തിൻ്റെ 3 സഹോദരങ്ങളും ചെന്നൈയിലെത്തുന്നു. രാംപാൽ ഗ്രൂപ്പുമായി അവർ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു പരിധിവരെ ജോലിക്കാരായി പിന്നീട് ഉപകരാറുകളിൽ ഏർപ്പെട്ട് രാംപാലിൻ്റെ ഭാഗമാകുന്നു. രാംപാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ ചെറിയ ഉപകരാറുകൾ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും ഹോസൂർ തുടങ്ങിയ മേഖലകളിൽ മറ്റ് നിരവധി കോൺട്രാക്ട് വർക്കുകൾ ഇവർ ഏറ്റെടുത്തു. ചെന്നൈയിൽ നിന്ന് ഹോസൂറിലേക്കുള്ള ബുള്ളറ്റ് യാത്രയെക്കുറിച്ചൊക്കെ അദ്ദേഹം പലപ്പോഴും എന്നോട് വർണ്ണിക്കും. പണ്ടത്തെ കാലമാണ്, കൊടുംവനത്തിലൂടെയുള്ള യാത്രയൊക്കെ. പിന്നീട് 4 സഹോദരങ്ങളും തിരുവനന്തപുരത്തെത്തി. അവർ ഒരുമിച്ചാണ് കോടിയൽ ഗ്രൂപ്പ് എന്നൊരു സ്ഥാപനം തുടങ്ങുന്നത്. തിരുവനന്തപുരത്തെ ഏറെ പ്രശസ്തമായ ഫ്ലാറ്റ് നിർമ്മാണ കമ്പനി. ഫ്ലാറ്റ് നിർമ്മാണം മാത്രമായിരുന്നില്ല, വില്ല, കോൺട്രാക്ട് വർക്കുകൾ, അങ്ങനെ നിരവധി മേഖലകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. നമ്മൾ കാണുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ അനക്സ് ഉൾപ്പെടെയുള്ള പല വമ്പൻ കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഈ ഗ്രൂപ്പായിരുന്നു. നബാർഡിൻ്റെ ആസ്ഥാന മന്ദിരം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ. ക്രമാനുഗതമായ വളർച്ച അവർ തങ്ങളുടെ ബിസിനസ്സിൽ കൈവരിച്ചു. ഒടുവിൽ 2018 സഹോദരങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ബിസിനസ്സിൽ മാത്രമാണ് അവർ പിരിഞ്ഞത്. ഓരോരുത്തരും സ്വതന്ത്രമായി ഓരോ ബിസിനസ് ഗ്രൂപ്പുകൾ തുടങ്ങാനുള്ള തീരുമാനം. അങ്ങനെ 2018 ധനഞ്ജയൻ ഉണ്ണിത്താൻ കോടിയൽ ഹോംസ് എന്നൊരു ഗ്രൂപ്പിന് തുടക്കമിട്ടു. 2 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 8ഓളം പ്രോജക്റ്റുകളാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം പടുത്തുയർത്തിയത്. ശരവേഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച. ഇതിനിടയിൽ 2020 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഹോട്ടലിൽ ഞാനും ഒരു പങ്കാളിയായി. പിന്നീടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗസ്ഥിരീകരണവും ചികിത്സയുമൊക്കെ. ഈ കാലഘട്ടത്തിലൊക്കെ പല ദിവസങ്ങളിലും ഞാൻ അദ്ദേഹത്തിനൊപ്പം ചിലവഴിച്ചിട്ടുണ്ട്.
അമേരിക്കയിൽ ചികിത്സ തേടിയ വേളയിൽ ഈ രോഗത്തിന് ഇനി മരുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ എങ്കിൽ ക്ലിനിക്കൽ ട്രയൽ കൂടി നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ ക്ലിനിക്കൽ ട്രയലിന് പോലുമുള്ള ഒരവസ്ഥയിലല്ല എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുമ്പോൾ നിരാശ മാത്രമായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ. തുടക്കം മുതൽ ഈ രോഗത്തോട് പൊരുതി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അമേരിക്കയിൽ പോലും ചികിത്സയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോളോ ആശുപത്രിയിലേക്കൊന്ന് പോകാം, മറ്റെവിടെ നിന്നെങ്കിലും എന്തെങ്കിലും മരുന്ന് അവിടെ കാണാതിരിക്കില്ല. അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷ ഡോക്ടർ KG രവീന്ദ്രനിലുണ്ടായി. ഒറ്റപ്പാലത്തുള്ള ഡോക്ടർ KG രവീന്ദ്രൻ അതിപ്രശസ്തനായ ആയുർവേദ ഡോക്ടറാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റുമാരുടെ ഡോക്ടർ എന്നൊക്കെയുള്ള പ്രസിദ്ധി അദ്ദേഹത്തിനുണ്ട്. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഗവേണിംഗ് കൗൺസിൽ കൂടിയാണ്. അദ്ദേഹത്തിന് അടുക്കലായിരുന്നു ULCCയുടെ രമേശ് പാലേരി അടുത്ത കാലത്ത് ചികിത്സ തേടിയത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ കഴിഞ്ഞ 7 മാസമായി എൻ്റെ സുഹൃത്ത് ധനഞ്ജയൻ ഉണ്ണിത്താൻ ചികിത്സ തുടർന്നു. ഒടുവിലാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹം മരണം വരിച്ചത്. മരണം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്, അനിവാര്യമായ വസ്തുതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പലപ്പോഴും മരണമെന്ന പേര് തന്നെ നമ്മളിൽ ഭയത്തിൻ്റെ ഒരു വിറയൽ അനുഭവപ്പെടുത്തും. നമ്മുടെ മരണം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ വികാരങ്ങളുടെ ഒരു ചുഴലിക്കാറ്റാണ് ഉയരുന്നത്. ക്യാൻസർ രോഗം ബാധിച്ച് മുൻപെൻ്റെ ജ്യേഷ്ഠനും പിന്നീട് ജ്യേഷ്ഠ ഭാര്യയും മരിച്ചിരുന്നു. അപ്പോഴൊക്കെ വല്ലാത്തൊരു വിങ്ങൽ. സഹോദരനോ സഹോദരിയോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ മരിച്ച് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നൊരു ശൂന്യത. പ്രകൃതി നമ്മുടെ സ്വന്തം അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗം തട്ടിയെടുത്തതുപോലെ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് പലപ്പോഴും നമ്മളിൽ ചോദ്യങ്ങൾ ഉയരുന്നത് മരണം അടുത്ത് കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ക്യാൻസർ രോഗം ചികിത്സിക്കുന്ന ആശുപത്രികളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കടന്നു ചെല്ലണം, അവിടെ രോഗീ പരിചരണത്തിൽ ഏർപ്പെടണം. നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണ് എന്ന് നമ്മളപ്പോൾ തിരിച്ചറിയും. ചെറുപ്പത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു തരും, അവർ പിന്നീട് നക്ഷത്രങ്ങളായി നമുക്ക് മുകളിലുണ്ടാവുമെന്ന്. ഏറെ ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ് മരണം. പലപ്പോഴും വിശ്വാസമാണ് മരണത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കരപിടിച്ച് കയറ്റുന്നത്. മരണം അസ്തിത്വത്തിൻ്റെ അവസാനമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. 2 അസ്തിത്വങ്ങൾക്കിടയിലുള്ള ഒരു സന്ധ്യ പോലെയാണ് മരണം. 2 പകലുകൾക്കിടയിൽ രാത്രി ഉള്ളതുപോലെ 2 ജീവിതങ്ങൾക്കിടയിൽ ഒരു മരണവുമുണ്ട്. ശരീരത്തിൽ നമ്മൾ വസ്ത്രങ്ങൾ മാറ്റുന്നത് പോലെ ആത്മാവിന് മുകളിലുള്ള ശരീരം മാറ്റുന്നു. ശരീരം താൽക്കാലികമാണ്, അത് നശിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരം മരണങ്ങൾ നമുക്ക് നൽകുന്നത്. ആത്മാവ് ശാശ്വതമാണ്, അത് നശിപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല. ശവസംസ്കാര സമയത്ത് ശരീരം നശിപ്പിക്കപ്പെടുകയും 5 മൂലകങ്ങളിൽ ലയിക്കുകയും ആത്മാവ് ഒരു പുതിയ ശരീരം സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കത്തിയമരുന്നത് ശരീരം മാത്രം, എന്നാൽ ആത്മാവ് ഇപ്പോൾ മറ്റെവിടെയോ മറ്റൊരു ശരീരവുമായി ജനിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ ഈ അർത്ഥമാണ് നമ്മുടെ എല്ലാ ദുഃഖവും ഭയവും അകറ്റി നിർത്താൻ സഹായിക്കുന്നത്. കർമ്മത്തിൻ്റെ ആരംഭം ജനനമാണ്. എല്ലാ കർമ്മങ്ങളും പൂർത്തിയാവുകയും ആത്മാവ് ശരീരത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുമ്പോൾ നമ്മളതിനെ മരണമെന്ന് വിശേഷിപ്പിക്കുന്നു. എൻ്റെ സുഹൃത്ത് ധനഞ്ജയൻ ഉണ്ണിത്താന് ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം കൈവരിച്ച വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് പിന്നീട് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കും. എൻ്റെ സുഹൃത്ത് G. ഹരികുമാർ പലപ്പോഴും രമേശ് പാലേരിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാരഥി. CPMുമായുള്ള ബന്ധം അതൊന്നുകൊണ്ട് മാത്രം ULCCയെ പലപ്പോഴും എനിക്ക് ദേഷ്യത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എങ്കിലും നമ്മൾ മലയാളികൾക്കേറെ അഭിമാനിക്കാൻ ഒരു വകയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി കൂട്ടായ്മയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ രമേശൻ പാലാരിയും ഇന്നലെ വൈകിട്ട് അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 3 മാസമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച വേളയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം അമേരിക്കയിൽ വിട്ട് അദ്ദേഹത്തെ ചികിത്സിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അമേരിക്കൻ ചികിത്സ തനിക്ക് വേണ്ടെന്നും കേരളത്തിൽ നല്ല ആയുർവേദ ചികിത്സകളുണ്ടെന്നും അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഒറ്റപ്പാലത്തെ രവീന്ദ്രൻ ഡോക്ടറെ നേരിൽ കണ്ട് തനിക്ക് ചികിത്സ വേണമെന്ന് അഭ്യർത്ഥിക്കാൻ അദ്ദേഹം ഇറങ്ങിയത്. ഒടുവിൽ കോയമ്പത്തൂരിൽ
അരബിന്ദോ ഹോസ്പിറ്റലിന് കീഴിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് മെഡിസിനൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സ തേടുന്നു. സംസ്ഥാന സഹകരണ മേഖലയിലെ മുൻനിര വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് രമേശൻ പാലേരി. 1995 മുതൽ ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ. ലേബർ സഹകരണ സംഘങ്ങൾക്കുള്ള ദേശീയ ഉപദേശക സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. സഹകരണ പ്രസ്ഥാനത്തിന്റെ അമരത്ത് തലമുറകളുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബം. 1960 രമേശൻ പാലേരിയുടെ ജനനം. 32 വർഷം ഊരാളുങ്കൽ സൊസൈറ്റിയെ നയിച്ച പാലേരി കണാറിന്റെ മകൻ, സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പാലേരി ചന്തപ്പന്റെ കൊച്ചുമകൻ. വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിലെ പ്രവർത്തകരായ 14 യുവാക്കൾ വടകരയിൽ 5 കിലോമീറ്റർ അകലെയുള്ള ഊരാളുങ്കൽ ഗ്രാമത്തിൽ 1925 ഫെബ്രുവരി 13 ഒത്തുചേർന്ന് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘത്തിന് തുടക്കമിടുന്നു. 36 പൈസ മൂലധനത്തിൽ തുടങ്ങിയ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ചാപ്പയിൽ കുഞ്ഞേക്ക് ഗുരുക്കൾ. ULCCS എന്ന ബൃഹത്തായ സ്ഥാപനം വളർത്തിയെടുത്തതിൽ വലിയ പങ്കാണ് രമേശൻ പാലേരിക്ക്. തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തെ ഏക IT പാർക്കിന്റെ ഉടമകൾ. പരമ്പരാഗത നിർമ്മാണ മേഖലയിൽ നിന്ന് ഊരാളുങ്കലിന്റെ വിവര സാങ്കേതിക വിദ്യ, വിനോദസഞ്ചാരം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി ആധുനിക മേഖലകളിലേക്ക് നയിച്ചതിൽ രമേശൻ പാലേരിയുടെ ദീർഘവീക്ഷണം ഏറ്റവും ശക്തമാണ്. ഇന്ന് തൊഴിലാളി മുതൽ എഞ്ചിനീയർമാരും മാനേജ്മെന്റ് വിദഗ്ധരുമടക്കം 18,000 പേർക്കാണ് ഇവർ തൊഴിൽ നൽകുന്നത്. ITI സിവിൽ ട്രാൻസ്മാൻ കോഴ്സിന് ശേഷം സൗദി അറേബ്യയിൽ ജോലി തേടിയുള്ള യാത്രയുടെ ഭാഗമായി മുംബൈ വരെ പോയ രമേശൻ പാലേരി 1984 അപ്രതീക്ഷിതമായി ഊരാളുങ്കൽ സൊസൈറ്റിയിലെത്തുന്നു. സൗദിയിലേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം ഈ സൊസൈറ്റിയുടെ ഭാഗമാകുന്നത്. ULCCS പ്രസിഡന്റായിരുന്ന പാലേരി കണാറിന്റെ മരണം അറിഞ്ഞ് നാട്ടിലെത്തിയ രമേശൻ പാലേരി തുടർന്ന് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അണിചേർന്നു. അങ്ങനെ 1995 തന്നെ 35-ാം വയസ്സിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. റോഡുകൾ, പാലങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ കൂടുതൽ മികവ് പുലർത്തിയ സൊസൈറ്റി പിന്നീട് 1700 കോടി രൂപയുടെ ദേശീയപാത വികസന കരാർ വരെ നേടിയെടുത്തു. രമേശൻ പാലേരിയുടെ മരണം അർബുദ രോഗത്തെ തുടർന്ന് 66-ാം വയസ്സിൽ. ക്യാൻസർ രോഗം എത്രയെത്ര പ്രതിഭകളെയാണ് നമുക്കിടയിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുന്ന വേളകളിൽ നമ്മൾ ആരായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ ഈ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും അടുപ്പമുള്ളവരുടെ മരണം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. കാലം അങ്ങനെയൊക്കെയാണ്. മനുഷ്യൻ്റെ എല്ലാ അഹംഭാവത്തെയും ചിതറിത്തെറിപ്പിക്കുന്ന മരുന്നാണ് മരണം. നമ്മുടെ കൂടെ നടന്നവരും നമ്മുടെ കൂടെ വിട്ട് നടന്നവരുമൊക്കെ നമ്മുടെ മരണത്തിൽ നമ്മെ കാണാൻ ഒന്നിച്ചു വരുന്ന വേദിയാകുന്നു. ജീവിതത്തിൻ്റെ കാത്തിരിപ്പുകളുടെയൊക്കെ അന്ത്യമാണ് മരണം. എങ്ങനെയാണ് നാം മരണത്തെ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നത് എന്നത് മാത്രമാണ് ഓരോ വ്യക്തികളെയും വ്യത്യസ്തനാക്കുന്നത്. ജീവിതത്തിൽ എത്രയെത്ര മരണവീടുകൾ നമ്മൾ കയറിയിറങ്ങുന്നു. ചില മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അപ്രതീക്ഷിത അന്ത്യയാത്രകൾ അത് നമ്മെ പലപ്പോഴും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ സുഹൃത്ത് ധനഞ്ജയൻ ഉണ്ണിത്താനുണ്ടായിരുന്നു. പലതും അദ്ദേഹം വെട്ടിപ്പിടിച്ചു. എന്നാൽ മരണം അതൊരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.